എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഭഗവാനെ. ഗുരുപദം പറയണേ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാമത്തെ അധ്യായം പുരഞ്ജനൻ്റെ പുനർജന്മം. അടുത്ത ജന്മം അത് ഒരു വൈദർഭി എന്ന രാജകുമാരിയായിട്ടാണ് ജനിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത് ആ ചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലകന്യ, അതുപോലെ പ്രജ്വാരൻ, അതുപോലെ യവനന്മാർ, ഇവരുടെ എല്ലാവരുടെയും ആക്രമണത്തിൽപ്പെട്ട് പുരഞ്ജന രാജാവ് അവശനായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ മരണസമയമായി. ആ സമയത്തു പോലും അദ്ദേഹം തൻ്റെ ഗ്രഹം, അതുപോലെ സമ്പാദ്യം, സേവകർ, സുഖസൗകര്യങ്ങൾ, ഭാര്യ, ഇവരെക്കുറിച്ച് മാത്രമാണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ ഞാൻ വിട്ടു പോവാണല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്ന അദ്ദേഹത്തിനെ അങ്ങനെ യവന രാജാവായിട്ടുള്ള ഭയം വന്ന് പൂർണ്ണമായും അങ്ങോട്ട് പിടികൂടി, കൊണ്ടുപോകാനായി തീരുമാനിച്ചുറപ്പിച്ചു വന്ന് പിടികൂടി. അവിടെ വരെയാണ് നമ്മൾ 22 ശ്ലോകം വരെയാണ് കഴിഞ്ഞത്. 23-ാമത്തെ ശ്ലോകം. പശുവത് യവനൈഹി ഏഷഃ നീയമാനഃ സ്വഗം ക്ഷയം അന്വദ്രവൻ അനുപദാഹ ശോചന്തഃ ഭൃശം ആതുരാഹ. അതായത് ഏഷ എന്ന് വെച്ചാൽ ആ പുരഞ്ജന രാജാവിനെ സ്വഗം ക്ഷയം, സ്വന്തം ദേശത്തേക്ക്, യവനന്മാർ പശുവത്, ഒരു മൃഗത്തെ പോലെ പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹം പോവുകയാണ് കേട്ടോ. അപ്പോൾ പുരഞ്ജന രാജാവിനെ യവനന്മാർ അവരുടെ സ്വന്തം ദേശത്തേക്ക് ഒരു മൃഗത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന പോലെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അനുപദാഹ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, സേവകന്മാർ, ശോചന്ത, ദുഃഖിച്ചുകൊണ്ട്, ഭൃശം ആതുര, വളരെയധികം വേദനയോടുകൂടി, അന്വദ്രവൻ, അവരുടെ പിന്നാലെ അദ്ദേഹത്തെ അനുഗമിച്ച് അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരും സേവകന്മാരും കൂടെ പോയി എന്ന്. അപ്പോൾ യവനന്മാർ വന്ന് ബലമായിട്ട് പുരഞ്ജന രാജാവിനെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. പറയാലോ അതെന്താ സംഭവം എന്ന്. അങ്ങനെ ആൾ പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സേവകന്മാരും അതീവ ദുഃഖത്തോടു കൂടി അവരെ പിന്തുടർന്നുകൊണ്ട് പിന്നാലെ പോകുന്നു. ശ്ലോകം 24. പുരീം വിഹായ ഉപഗത ഉപരുദ്ധ ഭുജംഗമഃ യഥാതം ഏവ അനുപുരി വിശീർണാ പ്രകൃതിം ഗത. പുരീം, പുരഞ്ജനപുരി, വിഹായ ഉപഗത, അത് വിട്ടു പോവുകയാണ്. അപ്പോൾ രാജാവും പുരഞ്ജന രാജാവും സേവകരൊക്കെ കൂടെ പോവുകയാണ് രാജാവിനെ കൊണ്ടുപോകുമ്പോൾ. ഒപ്പം പുരഞ്ജനപുരി വിട്ടു പോവുകയാണെന്ന്. ആരാണ് ഇവിടെ പോകുന്നത്? ഭുജംഗമഃ, സർപ്പം, അതായത് പുരഞ്ജനപുരിക്ക് കാവലായിട്ട് നിന്നിരുന്ന 5 ശിരസോട് കൂടിയ സർപ്പവും അവരോടൊപ്പം തന്നെ പുരഞ്ജനപുരി വിട്ട് പോവുകയാണ്. അതിന് കാരണം എപ്പോഴാണോ തം ഏവ അനു, ആ പുരഞ്ജനനെ പിന്തുടർന്നുകൊണ്ട് ആ പുരി വിട്ടിട്ട്, പുരി വിശീർണം, തകർന്നു പോയിരിക്കുന്ന പുരി തകർന്നു പോവാണ്. ആ പോകുന്ന സമയത്ത് പ്രകൃതിയും ഗത, ആ പുരി പഴയ പോലെ പ്രകൃതിദത്തമായി തീർന്നു എന്ന്, അതായത് പഴയ രൂപത്തിലേക്ക് വന്നു എന്ന്. പുരഞ്ജനപുരി ഇപ്പോൾ പുരഞ്ജന രാജാവിൻ്റെ ആ ഒരു താമസ സ്ഥലമായതുകൊണ്ട് അത്രയും ഭംഗിയായിട്ടിരിക്കുന്ന നഗരമായിരുന്നല്ലോ. അത് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിട്ട് അതിൻ്റെ പഴയ പദാർത്ഥ രൂപത്തിലേക്ക്, അതായത് അതെന്താ ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ശരീരം, പുരഞ്ജനപുരി, ആ ഒരു രാജാവിൻ്റെ എല്ലാവിധ ഭംഗിയോടും കൂടി ഇരിക്കുന്ന ആ പുരഞ്ജനപുരി ഇപ്പോൾ അതിൻ്റെ പഴയ അവസ്ഥ, അതായത് പദാർത്ഥ രൂപത്തിൽ, അതങ്ങനെ തന്നെ നിരവധി ആറ്റങ്ങൾ കൂടി ചേർന്നാണല്ലോ, ആ പദാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ പുരഞ്ജനപുരി പൂർണ്ണമായി നശിച്ചു, അതായത് അദ്ദേഹം ഭസ്മമായി എന്നർത്ഥം. അങ്ങനെ ആ സൂക്ഷ്മ ശരീരവും കൊണ്ട് പോവുകയാണ് അവർ.
അപ്പോൾ അങ്ങനെ പൂർണ്ണമായും നശിച്ചു പോയപ്പോൾ ആ പുരഞ്ജനപുരി വിട്ട് ആ പുരഞ്ജനനെ പിന്തുടർന്നുകൊണ്ട് അതിന് കാവലായിരുന്ന സർപ്പവും പിന്നാലെ പോയി, സേവകരും പുരഞ്ജനപുരി വിട്ട് പോയി എന്നാണ്. അതിനെ തുടർന്ന് പുരഞ്ജന രാജാവിനെ അനുഗമിച്ച് പിന്നാലെ പോയി. ശ്ലോകം 25. വിഗൃഹ്യമാണഃ പ്രസഭം യവനേന ബലീയസ ന അവിന്ദത് തമസ ആവിഷ്ട സഖായം സുഹൃദം പുരഃ. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. വിഗൃഹ്യമാണഃ, അതായത് വലിച്ചിഴക്കപ്പെട്ടിട്ട് ആ പുരഞ്ജന രാജാവ് പ്രസഭം ബലമായിട്ട് യവനേന ബലീയസ, വളരെ ശക്തിമാന്മാരായ യവനന്മാരാൽ ശക്തിയായി വലിച്ചിഴക്കപ്പെട്ട് ആ പുരഞ്ജന രാജാവ് അങ്ങനെ പോവുകയാണ് കേട്ടോ അവരുടെ ലോകത്തേക്ക്. ആ പോകുന്ന സമയത്തും തമസ ആവിഷ്ട, തമസ് അന്ധകാരം, എന്തിൻ്റെ? അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ആവിഷ്ട മുഴുകിയിട്ട്, അതിനാൽ മൂടപ്പെട്ടിട്ട് ആ രാജാവ് പുരഹ, പണ്ടേ ആരംഭം മുതൽക്ക് രാജാവിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഖായം, ഉറ്റ സുഹൃത്ത്, സുഹൃദം, രാജാവിന് നല്ല ശ്രേഷ്ഠത വരണമെന്ന് മാത്രം, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത മാത്രം ആഗ്രഹിച്ച് ആരംഭം മുതലേ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിനെ അവിന്ദത്, ആ പോകുന്ന സമയത്ത് പോലും ഓർത്തില്ലാന്ന്, സ്മരിച്ചില്ലാന്ന്. ആരാ സുഹൃത്തെന്ന് മനസ്സിലായില്ലേ? ആരംഭം മുതലേ നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ ഈ ഒരു അധ്യായത്തിന് മുന്നേ പഠിച്ചു. പുരഞ്ജന രാജാവിൻ്റെ ആരംഭ കഥ പറയാൻ നാരദ മഹർഷി പ്രാചീന ബർഹിസിന് ആ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പുരഞ്ജന രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ഉറ്റ സുഹൃത്തുണ്ട്. പക്ഷെ ആ സുഹൃത്തിൻ്റെ പേരറിയില്ല, അജ്ഞാതനാമം, പേരറിയില്ല. അതുപോലെ തന്നെ ആ സുഹൃത്തിൻ്റെ കർമ്മങ്ങളും അറിയില്ല രാജാവിന്. രാജാവിൻ്റെ ഉറ്റ സുഹൃത്താണ്, പക്ഷെ ആ സുഹൃത്തിൻ്റെ പേരും അറിയില്ല, ആ സുഹൃത്തിൻ്റെ കർമ്മങ്ങളും എന്താണ് ആ സുഹൃത്ത് ഉദ്ദേശിക്കുന്നതെന്നും രാജാവിന് അറിയില്ല എന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ആ സുഹൃത്തിനെ ആരംഭം മുതൽ പുരഞ്ജന രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഉറ്റ സുഹൃത്ത്, അദ്ദേഹത്തിന് ഏറ്റവും ശ്രേഷ്ഠതമായത് സംഭവിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവനായ ആ സുഹൃത്തിനെ ആ പോകുന്ന സമയത്ത് പോലും അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ മൂടപ്പെട്ടതുകൊണ്ട് രാജാവ് സ്മരിച്ചില്ല, ഓർത്തില്ല. അതാണ് ആ പറഞ്ഞത്. ആ പോകുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീട്, സമ്പാദ്യം, മക്കള്, അതിനേക്കാൾ ഉപരി ഏറ്റവും അധികം ഭാര്യയെ വിട്ടു പോകുന്നു, ഇതൊക്കെ ഇവരെക്കുറിച്ച് മാത്രം, ഏറ്റവും അധികം ഭാര്യയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ആ മരണം സംഭവിച്ചിട്ടും അദ്ദേഹം പോകുന്ന സമയത്തും ആ മനസ്സ് അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ശ്ലോകം 26. തം യജ്ഞപശവഃ അനേന സംജ്ഞപ്ത യേ അദയാലുന കുടാരൈഃ ചിച്ഛിദുഃ ക്രുദ്ധ സ്മരന്തഃ അമീവം അസ്യ തത്. കുടാരൈഃ ചിച്ഛിദുഃ ക്രുദ്ധഃ സ്മരന്തഃ അമീവം അസ്യ തത്. ഇനി രാജാവ് പോവുകയാണ്. ഇപ്പം രാജാവിന് ഒരു ശിക്ഷ കൊടുക്കാൻ കാത്തു കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരാരായിരുന്നു ഓർമ്മയുണ്ടോ? കഥയിൽ പറഞ്ഞിരുന്നു. രാജാവ് വരുമ്പോൾ പണി കൊടുക്കാമെന്ന് വെച്ച് കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു. അതാരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? പുരഞ്ജനൻ കുറേ യാഗങ്ങളൊക്കെ നടത്തിയുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ ബലി കൊടുത്തിരുന്നു. ഈ കൊടുത്തവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ ബലി കൊടുത്ത മൃഗങ്ങളൊക്കെ, ആ പശുക്കള് എന്ന് വെച്ചാൽ ആ മൃഗങ്ങളൊക്കെ കാത്തിരിക്കാണ് പരലോകത്ത്. അവരെ വധിച്ചതില്ലേ, അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്, ആളെ കയ്യിൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. തം യജ്ഞ പശവ. പ്രാചീന ബർഹിസിന് നാരദ മഹർഷി കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രാചീന ബർഹിസിനോട് പറയുന്ന ഭാഗമാണ് അത്. നിങ്ങളെ പോലെ തന്നെയായിരുന്നു പുരഞ്ജനനും. ആ നഗരത്തിൽ താമസമായി, ഭാര്യയായി, മക്കളായി, സേവകരായി എല്ലാം കൊണ്ട് തികഞ്ഞു വന്നപ്പോൾ ഇനി സുഖമായി അങ്ങോട്ട് ജീവിക്കാൻ ഒരുപാട് യജ്ഞങ്ങൾ നടത്തുകയും അത് പുണ്യം കിട്ടാൻ വേണ്ടി ആ യജ്ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് മൃഗങ്ങളെ ബലി കൊടുക്കുകയും പുരഞ്ജനൻ ചെയ്തിരുന്നു എന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. നാരദ മഹർഷി പ്രാചീന ബർഹിസിനെ പോലെ തന്നെയാണ് പുരഞ്ജനനും ചെയ്തിരുന്നത്. എന്നിട്ട് പറഞ്ഞിരുന്നു അത് പുരഞ്ജനൻ അത് മനസ്സിലാക്കുന്നില്ല. അവരൊക്കെ അവിടെ കാത്തിരിപ്പുണ്ട്, ആ ശിക്ഷ തിരിച്ചു കൊടുക്കാൻ, ശിക്ഷിക്കാനായിട്ട് കാത്തിരിപ്പുണ്ട് എന്നുള്ളത് പുരഞ്ജനൻ മനസ്സിലാക്കുന്നില്ല എന്ന് നാരദ മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതെന്തിനാന്ന് വെച്ചാൽ പ്രാചീന ബർഹിസിന് മനസ്സിലാവാൻ ആ പുരഞ്ജനന്റെ കഥ പറഞ്ഞിട്ട് ആളിങ്ങനെ ചെയ്തപ്പോൾ ആൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്
ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ പുരഞ്ജനൻ. ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം പ്രാചീന ബർഹിസിന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രാചീന ബർഹിസിനെ പോലെ തന്നെ ഒരുപാട് ബലി യാഗം ഒക്കെ നടത്തിയിരുന്ന ആളാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ തം യജ്ഞപശവഹ, അതായത് ഏതൊരു യജ്ഞ പശുക്കളാണോ, അതായത് ബലി നടത്തിയ മൃഗങ്ങളാണോ, അനേന, അതായത് ആ പുരഞ്ജനൻ രാജാവ് വഴി സംജ്ഞപ്ത എന്ന് വെച്ചാൽ ഇങ്ങനെ വധിക്കപ്പെട്ടത്, അദയാലുന, അവരെല്ലാം, എന്ന് വെച്ചാൽ അവരെല്ലാം, അദയാലു എന്ന് വെച്ചാൽ ഒരു ദയയുമില്ലാതെ പുരഞ്ജന രാജാവിനാൽ വധിക്കപ്പെട്ട ആ ബലിമൃഗങ്ങൾ അവരെല്ലാവരും കുടാരൈ, അതായത് മഴുകൊണ്ട് ചിച്ചിതു, ക്രുദ്ധഹ, കോപിച്ച് ഇങ്ങോട്ട് പരലോകത്ത് അങ്ങോട്ട് എത്തിയപ്പോൾ പുരഞ്ജനനെ കണ്ടപ്പോൾ കോപത്തോടു കൂടി മഴുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ണങ്ങളാക്കി മുറിച്ചു എന്ന്, ഛേദിച്ചു കളഞ്ഞു എന്ന്. അപ്പോൾ അവിടെ എന്തോരം വേദന അദ്ദേഹം അനുഭവിച്ചു. സ്ഥൂല ശരീരം എന്നതുപോലെ സൂക്ഷ്മ ശരീരത്തിനും ഒരു ശരീരാവയവങ്ങളുണ്ട്. അപ്പോൾ അതിനെ അങ്ങ് മുറിച്ചങ്ങ് മഴുകൊണ്ട് മുറിച്ചങ്ങോട്ട് കളഞ്ഞു. ഇവരെ മുറിച്ചതുപോലെ, ബലി കൊടുത്തതുപോലെ അങ്ങ് മുറിച്ചു. അമീവം എന്ന് വെച്ചാൽ പാപപ്രവർത്തികൾ, അസ്യ എന്ന് വെച്ചാൽ ആ പുരഞ്ജനൻ ചെയ്തു കൂട്ടിയ പാപപ്രവർത്തികളെ ഓസ്മരന്ത, ഓർത്തുകൊണ്ട് കോപത്തോടു കൂടി അവർ പുരഞ്ജനൻ്റെ സൂക്ഷ്മ ശരീരം അവിടെ എത്തിയപ്പോൾ മഴുകൊണ്ട് ആ ശരീരത്തെ അങ്ങ് മുറിച്ച് കഷ്ണങ്ങളാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് പുരഞ്ജനന് എന്ത് സംഭവിച്ചു? അപ്പോൾ അതായത് അറിയേണ്ടതിനെ അറിയാതെയാണ് ആൾ പോയത്. സുഖമായി ജീവിക്കുക, ഭാര്യയോടുള്ള ആസക്തി, കുടുംബം, പണം, മക്കള്, പേരക്കുട്ടികളെ, ഇത് മാത്രം ചിന്തിച്ച് ഈ മമതയിൽപ്പെട്ട് ഇങ്ങനെ ആ ആസക്തിയോടുകൂടി ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? അതാണ് ഇനി പറയുന്നത്. അനന്തപാരേ തമസി മഗ്നഃ നഷ്ടസ്മൃതിഃ സമാഹ ശാശ്വതി അനുഭൂയ ആർത്തിം പ്രമദാ സംഘദൂഷിതഃ. അനന്തപാരേ, അറ്റമില്ലാത്തത്ര, തമസി, ആ അന്ധകാരത്തിൽ എന്ന് വെച്ചാൽ അധോലോകങ്ങളിൽ, നരകലോകങ്ങളിൽ, മഗ്ന, വീണുകിടന്നു എന്ന്, നഷ്ടസ്മൃതി, സ്മൃതി നഷ്ടപ്പെട്ടിട്ട്, നല്ല പ്രചോദിതമായ ബുദ്ധി നഷ്ടപ്പെട്ട്, സമ എന്ന് വെച്ചാൽ അനേകം സംവത്സരം, ശാശ്വതി, സ്ഥിരമായിട്ട്, ഒരുപാട് സംവത്സരം സ്ഥിരമായി ആ പുരഞ്ജനൻ അധോലോകങ്ങളിൽ, ലോകങ്ങളിൽ അങ്ങനെ വീണുകിടന്നു. അനുഭൂയ ആർത്തിയും, ഒരുപാട് ദുഃഖങ്ങളെ, വേദനകളെ അനുഭവിച്ചു. പ്രമദ സംഘദൂഷിത, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പ്രമദ, സ്ത്രീയോടുള്ള സംഘം, ആസക്തിയാൽ ദൂഷിത, മലിനമാക്കപ്പെട്ട മനസ്സായതുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാലം ഈ അധോലോകങ്ങളിൽ, ദുരിതം പിടിച്ച നരകലോകങ്ങളിൽ ഒരുപാട് കഷ്ടതകളും വേദനകളും അനുഭവിച്ച് അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മ ശരീരം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ വീണ്ടും അടുത്ത ജന്മം ഭൂമിയിൽ വരികയാണ് കേട്ടോ. ഇനി അദ്ദേഹം എടുക്കാൻ പോകുന്നത് ഒരു സ്ത്രീ രൂപമാണ്. അതായത് ഒരു സ്ത്രീ ആയിട്ടാണ് പിന്നെ ജനിക്കുന്നത്. മരിക്കുന്ന സമയത്ത് സ്ത്രീയെക്കുറിച്ച് മാത്രമാണ്, ഭാര്യയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ആ ചിന്തയോടുകൂടി അങ്ങ് പോയപ്പോൾ പിന്നത്തെ ജന്മം പുരഞ്ജനൻ ഒരു സ്ത്രീ ആയിട്ടാണ് ജനിച്ചത്. അപ്പോൾ പോകുന്ന വഴി പരലോകത്ത് ആ മൃഗബലി കൊടുത്ത മൃഗങ്ങളുടെ പീഡനം കിട്ടി. അത് കഴിഞ്ഞ് ആ സ്ത്രീയോടുള്ള ആസക്തി മാത്രമായിട്ട്, അറിയേണ്ടതിനെ അറിയാതെ ജീവിച്ചതുകൊണ്ട് തന്നെ അതോ ലോകങ്ങളിൽ പോയി ഒരുപാട് കാലം, സംവത്സരം ദുരിതം നിറഞ്ഞ ജീവിതം നയിച്ചിട്ട് പിന്നെ ആ പ്രാരാബ്ദം തീർന്നപ്പോൾ ഭൂമിയിൽ വന്ന് പിറക്കുകയാണ്. അതെങ്ങനെയായിരുന്നു? അതാണ് 28ാമത്തെ ശ്ലോകം. താമേവ മനസാ ഗൃഹ്ണൻ ബഭൂവ പ്രമദ ഉത്തമ അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി. താം ഏവ, മരണസമയം ആ സ്വന്തം ഭാര്യയെക്കുറിച്ച് മാത്രം മനസാ ഗൃഹ്ണൻ, മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, ഒരു ഈശ്വരചിന്തയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ദൈവചിന്തയും ഇല്ലാതെ, ഒരു സത്ചിന്തയും ഇല്ലാതെ, ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അങ്ങനെ അദ്ദേഹം പോയപ്പോൾ ബഭൂവ, ജനിച്ചു. പ്രമദ ഉത്തമയായ ഒരു സ്ത്രീയായിട്ട് പിന്നീട് ജനിച്ചു. അനന്തരം എന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിൽ. അതാരായിരുന്നു? രാജസിംഹസ്യ, ഏറ്റവും ശക്തനായ രാജാവായ വിദർഭന്റെ വേശ്മനി, ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ട്, വിദർഭ രാജകുമാരി ആയിട്ട് അങ്ങനെ പുരഞ്ജനൻ രണ്ടാമത് ജനിച്ചു.
അപ്പം ശക്തനായ രാജാവ് വിദർഭൻ്റെ ഭവനത്തിൽ വിദർഭൻ്റെ പുത്രിയായിട്ട് അങ്ങനെ പുരഞ്ജനൻ രണ്ടാമത് ജനിച്ചു. പോകുന്ന സമയം സ്ത്രീയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു പോയപ്പോൾ സ്ത്രീ ജന്മത്തിലേക്ക് തന്നെ വന്നു. ശ്ലോകം 29. ഉഭയേമേ വീര്യപണാം വൈദർഭി മലയധ്വജഃ യുധിഃ നിർജിത്യ രാജന്യാൻ പാണ്ഡ്യഃ പരപുരഞ്ജയഃ. അങ്ങനെ വിദർഭ രാജാവിൻ്റെ പുത്രി വൈദർഭി, മനസ്സിലായോ? പുരഞ്ജനൻ എൻ്റെ അടുത്ത ജന്മം വൈദർഭി. അപ്പോൾ ഈ വൈദർഭിയെ മലയധ്വജഃ, മലയധ്വജൻ എന്ന രാജാവ്, പാണ്ഡ്യ രാജാവ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പരപുരഞ്ജയഃ, മറ്റു രാജ്യങ്ങളെ പോലും ആക്രമിച്ച് കീഴടക്കി, മറ്റു രാജ്യങ്ങളെ ഒക്കെ ജയിച്ചു എന്ന്. അതാണ് പരപുരം. മറ്റു രാജ്യങ്ങളെയൊക്കെ യുദ്ധം ചെയ്തു തോൽപ്പിച്ച് സ്വന്തം അധീനതയിൽ കൊണ്ടുവന്ന് രാജന്യാൻ യുധി, മറ്റു രാജാക്കന്മാരെ യുദ്ധത്തിൽ നിർജിത്യ, പരാജയപ്പെടുത്തി എല്ലാവരെയും ജയിച്ചു നിൽക്കുന്ന പാണ്ഡ്യരാജാവായ മലയധ്വജൻ വൈദർഭിയും, ഈ വൈദർഭിയെ, വിദർഭ രാജാവിൻ്റെ പുത്രി അതായത് പുരഞ്ജനൻ്റെ രണ്ടാം ജന്മമായ വൈദർഭിയെ വീര്യപണാം, തൻ്റെ വീര്യം സമ്മാനമായി നൽകിക്കൊണ്ട് ഉഭയേമേ, വിവാഹം കഴിച്ചു എന്നാണ്. അപ്പോൾ അതായത് പണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ വീര്യം കണ്ടിട്ട്, ആ ശക്തി കണ്ട് അദ്ദേഹത്തിനെ തോൽപ്പിച്ചിട്ട് വേറെ ആർക്കും ഈ വൈദർഭിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം മറ്റെല്ലാവരെയും പരാജയപ്പെടുത്താൻ മലയധ്വജന് കഴിഞ്ഞു, പാണ്ഡ്യരാജാവാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ, അതാണ് ആ വീര്യമാണ് അവിടെ സമ്മാനമായി കൊടുത്തിട്ട് ആ രാജപുത്രി, വിദർഭ രാജപുത്രി വൈദർഭിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ പുരഞ്ജനൻ്റെ രണ്ടാമത്തെ ജന്മം വൈദർഭിയെ പാണ്ഡ്യരാജാവായ മലയധ്വജൻ വിവാഹം ചെയ്തു. തസ്യാം സ ജനയാം ചക്ര ആത്മജാം അസിത ഈക്ഷണാം യവീയസഃ സപ്തസുതാൻ സപ്തദ്രവിഡ ഭൂഭൃതഃ. തസ്യാം, അവളിലൂടെ, അപ്പോൾ മലയധ്വജ രാജാവ് തൻ്റെ പത്നിയായ വൈദർഭിയിലൂടെ സഹ, രാജാവിന് ജനയാം ചക്ര, അതായത് മക്കളുണ്ടായി, ആത്മജാം, ഒരു പുത്രി, അസിത ഈക്ഷണം, മനോഹരമായ കരിമിഴി കണ്ണുകൾ, കറുത്ത കണ്ണുകളുള്ള ഒരു പുത്രി, ഒരു മകളും ഉണ്ടായി. യവീയസഃ, അവളുടെ താഴെയായിട്ട് സപ്തസുതാൻ, 7 പുത്രന്മാരുമുണ്ടായി. ഈ 7 പുത്രന്മാർ, ഈ 7 പുത്രന്മാർ ദ്രവിഡ ഭൂഭൃതഃ, ദ്രാവിഡ ഭൂപ്രദേശം അവരാണ് ഭരിച്ചിരുന്നത്. പാണ്ഡ്യരാജാവെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദക്ഷിണേന്ത്യയാണെന്ന്, അല്ലേ? ദക്ഷിണേന്ത്യയിലെ പാണ്ഡ്യരാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശം, അതാണ് ദ്രാവിഡ ഭൂപ്രദേശം മുഴുവൻ ഭരിച്ചിരുന്നത് ഈ മലയധ്വജ രാജാവിൻ്റെ 7 പുത്രന്മാരാണ്. ഏറ്റവും മൂത്തത് ഒരു മകളായിരുന്നു, പിന്നീടുണ്ടായ 7 പുത്രന്മാർ. അപ്പോൾ പുരഞ്ജനൻ്റെ പിന്നത്തെ ജന്മത്തിലെ വൈദർഭിക്ക് 8 മക്കള്, ആദ്യത്തെ മകള്, പിന്നെ 7 പുത്രന്മാർ. ശ്ലോകം 31. ഏകസ്യ അഭവത് തേഷാം രാജൻ അർബുദം ഭോക്ഷ്യതേ യദു വംശധരൈഃ മഹീമന്വന്തരം പരം. ഇനി തേഷാം, അവർ ഓരോരുത്തർക്കും, ഈ 7 പുത്രന്മാർ ഓരോരുത്തർക്കും, ഏകസ്യ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കുമായിട്ട് അർബുദം 10 ദശലക്ഷക്കണക്കിന് മക്കൾ അഭവത്ത് ഉണ്ടായി എന്ന്. അപ്പോൾ ഈ വൈദർഭിക്ക്, മലയധ്വജ രാജാവിനും 7 പുത്രന്മാരിൽ ഉള്ളതിൽ ഓരോരുത്തർക്കും 10 ദശലക്ഷക്കണക്കിന് മക്കളാണ് ഉണ്ടായത്. അതായത് അവരുടെ തന്നെ വംശപരമ്പരയായിരുന്നു ആ പാണ്ഡ്യരാജവംശം എന്ന് പറയുന്നത്. യദ് വംശധരൈഹി, ഈ വംശത്തിൻ്റെ പിൻഗാമികളാൽ മന്വന്തരം പരം, ആ മന്വന്തരത്തിലും, പരം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു വന്ന മന്വന്തരത്തിലും, മഹി, ഈ ഭൂമിയെ അവർ ഭോക്ഷ്യതേ, ഭംഗിയായി പരിപാലിച്ചു എന്ന്. അപ്പോൾ പാണ്ഡ്യരാജാക്കന്മാർ അവരുടെ വംശപരമ്പരയിൽ അവർ, കാരണം 10 ദശലക്ഷം ഓരോരുത്തർക്കും മക്കളുണ്ട്, അപ്പോൾ അവരുടെ വംശപരമ്പര അത് ആ മന്വന്തരത്തിലും പിന്നീട് വന്ന മന്വന്തരത്തിലും ഭൂമിയെ അവരാണ് പരിപാലിച്ചു പോന്നിരുന്നത്. ശ്ലോകം 32. അഗസ്ത്യ പ്രാഗ് ദുഹിതരം ഉഭയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതഃ ജാത ഇത്മവാഹൻ ആത്മജഃ മുനിഃ. ഇനി ഈ വൈദർഭിക്കും മലയധ്വജ രാജാവിനും ഒരു മകളുണ്ട്, ഏറ്റവും ആദ്യത്തെ, അതാണ് പറയുന്നത് ധൃതവ്രതാം ഉഭയേമേ, അതായത് ധൃതവ്രതാം പ്രാഗ് ദുഹിതരം. ധൃതവ്രത എന്ന് വെച്ചാൽ നല്ല നിഷ്കളങ്ക ഭക്തനായിട്ടുള്ള മലയധ്വജ രാജാവിനെ. അപ്പോൾ പുരഞ്ജനൻ ആ ജന്മത്തിൽ ഒട്ടും ഈശ്വരഭക്തിയോടുകൂടിയല്ല, സുഖാസക്തിയിൽ മുഴുകിയാണ് ജീവിച്ചത്. പക്ഷെ പിന്നീട് ജനിച്ചത് വൈദർഭി ആയിട്ടാണ്. ഈ വൈദർഭിക്ക്
കൂട്ടുകിട്ടിയത്, ജീവിതത്തിൽ പങ്കാളിയായിട്ട് കിട്ടിയത് രാജാവ്, മലയധ്വജ രാജാവ് ശരിക്കും ഒരു രാജർഷിയെ പോലെ ജീവിച്ചിരുന്ന ഭഗവത് ഭക്തനായിരുന്നു. അപ്പോൾ ആ സഹവാസവം കൊണ്ട് ഈ വൈദർഭിക്ക് കഴിഞ്ഞ ജന്മത്തിലൊന്നും ഈശ്വരചിന്ത ഉണ്ടായിരുന്നില്ല. ഈ ജന്മത്തിൽ ആ ഒരു സഹവാസം കൊണ്ട് ഈശ്വരചിന്ത വരികയാണ്. കാരണം ഭർത്താവ് അതീവ ഭക്തനായിരുന്നു. ശരിക്കും രാജാവായിരിക്കുമ്പോഴും ഋഷിതുല്യം ജീവിക്കുന്ന രാജർഷിയായിരുന്നു മലയധ്വജൻ. അങ്ങനെ നല്ല ഭക്തനായിട്ടുള്ള മലയധ്വജന് പ്രാഗ്ദുഹിതരം, ഏറ്റവും ആദ്യത്തെ മകളുണ്ടല്ലോ, ആ മകളെ അഗസ്ത്യ മുനി ഉപയേമേ, അഗസ്ത്യ മഹർഷിയാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന അഗസ്ത്യ മഹർഷിയല്ല, മറ്റേതോ ഒരു അഗസ്ത്യൻ എന്ന് പേരുള്ള മുനി ആ മൂത്ത മകളെ വിവാഹം കഴിച്ചു. എന്നിട്ട് യസ്യാം, അവളിൽ ദൃഢച്യുത ജാത, ദൃഢച്യുതൻ എന്ന പേരിൽ ഒരു മകൻ ജനിച്ചു. അപ്പോൾ ഈ മകള് വിവാഹം കഴിച്ചത് അഗസ്ത്യ മുനിയായതുകൊണ്ട്, ആ മുനിയിൽ നിന്നും ഉണ്ടായ പുത്രനായതുകൊണ്ട് ജന്മനാ തന്നെ ആത്മീയ വിഷയങ്ങളിൽ തൽപരനായിരുന്നു ഈ ദൃഢച്യുതൻ. എങ്കിൽ പോലും അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിനും ഇത്മവാഹൻ ആത്മജഹ, ഇത്മവാഹൻ എന്ന പേരിൽ ഒരു മകൻ ഉണ്ടായി എന്ന്. അപ്പോൾ മനസ്സിലായില്ലേ, വൈദർഭി മലയധ്വജൻ വിവാഹം കഴിച്ചു, ഒരു മകളെ, 7 പുത്രന്മാർ, 7 പുത്രന്മാർക്കും 10 ദശലക്ഷക്കണക്കിന് മക്കള്. ഇനി മകളെ അഗസ്ത്യമുനി വിവാഹം കഴിച്ചു, അവർക്ക് ദൃഢച്യുതൻ എന്ന മകനുണ്ടായി, അദ്ദേഹത്തിന് ഇത്മവാഹൻ എന്ന മകനും ഉണ്ടായി. ശ്ലോകം 33. അപ്പം ഇദ്ദേഹം നല്ലൊരു രാജർഷിയായിരുന്നല്ലോ. അപ്പം മക്കളൊക്കെ വലുതായി, 7 മക്കളും രാജ്യം ഭരിക്കാൻ പ്രാപ്തരായപ്പോൾ അദ്ദേഹം പതുക്കെ വാനപ്രസ്ഥത്തിലേക്ക് തിരിയാൻ തുടങ്ങി, ഈ മലയധ്വജൻ. അതാണ് പറയുന്നത്, വിഭജ്യ തനയേഭ്യഃ ക്ഷ്മാം രാജർഷി മലയധ്വജഃ ആരിരാധയിഷുഃ കൃഷ്ണം സജഗാമകുലാചലം. അങ്ങനെ ഈ രാജർഷിയായിട്ടുള്ള മലയധ്വജൻ ക്ഷ്മാം, തൻ്റെ ആ ഭൂമിയെ, തനയേഭ്യഃ, തൻ്റെ 7 മക്കൾക്കായിട്ട് വിഭജ്യ, പകുത്തു കൊടുത്തു. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗങ്ങളും ഭരിച്ചോളാൻ പറഞ്ഞു പകുത്തു കൊടുത്തിട്ട്, കൃഷ്ണം ആരിരാധയിഷു, ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നതിൽ മുഴുകി കഴിയാനായിട്ട് കുലാജലം സ ജഗാമ, കുലാജലം എന്ന പ്രദേശത്തേക്ക് അദ്ദേഹം ജഗാമ പോയി എന്ന്. അപ്പോൾ ആ ഒരു ചാതുർവർണ്ണ്യം, ആ ഒരു 4 ആശ്രമങ്ങളിലെ 3ാമത്തെ ആശ്രമമായ വാനപ്രസ്ഥം അദ്ദേഹം സ്വീകരിച്ചു. മക്കൾക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഭഗവാനെ ആരാധിച്ച് കഴിയുന്നതിൽ മാത്രം ഒഴുകണം എന്ന് മനസ്സിൽ വിചാരിച്ച് കുലാജലം എന്ന പ്രദേശത്തേക്ക് പോയി. തീർച്ചയായിട്ടും പതിവ്രതയായിട്ടുള്ളൊരു ഭാര്യ അപ്പോൾ മക്കളോടൊപ്പം സുഖമായി ഇവിടെ കഴിയില്ല, ഭർത്താവിൻ്റെ കൂടെ പോവും അല്ലേ. അപ്പോൾ ഇവിടെ വൈദർഭിയും അങ്ങനെ പോയിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭി മധിര ഈക്ഷണ അന്വതാവത പാണ്ഡ്യേശം ജ്യോത്സന ഇവ രജനീകരം. മധിര ഈക്ഷണ, മനോഹരമായ കണ്ണുകളോട് കൂടിയ ആ വൈദർഭി ഗൃഹാൻ സുതാൻ ഭോഗാൻ ഹിത്വാ, ഗൃഹം, വീട്, മക്കളെ, സുഖഭോഗങ്ങളെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പാണ്ഡ്യേശം, തൻ്റെ ഭർത്താവായിട്ടുള്ള പാണ്ഡ്യരാജാവായ മലയധ്വജനെ അന്വതാവത, പിന്തുടർന്ന് അനുഗമിച്ചു പിന്നാലെ പോയി. അതെങ്ങനെ? രജനീകരം ജ്യോത്സന ഇവ, രജനീകരം ചന്ദ്രൻ്റെ നിലാവ്, ജ്യോത്സന എന്ന് വെച്ചാൽ നിലാവ് ഇവ പോലെ. അതായത് ചന്ദ്രൻ എവിടേക്കാണ് പോകുന്നത്? പിന്നാലെ നിലാവും പോവും അല്ലേ എന്ന് പറഞ്ഞതുപോലെ, ചന്ദ്രൻ്റെ പിന്നാലെ നിലാവ് പോകുന്നത് പോലെ ഈ മലയധ്വജ രാജാവിൻ്റെ പിന്നാലെ അദ്ദേഹത്തിനെ അനുഗമിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് വൈദർഭി എന്ന അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ പോയി. ശ്ലോകം 35-36 ഒരുമിച്ച്. തത്ര ചന്ദ്രവസാ നാമ താമ്രപർണി വടോദക തത് പുണ്യസലിലൈഃ നിത്യം ഉഭയത്ര ആത്മനഃ മൃജൻ കന്ദ അഷ്ടിഭിഃ മൂലഫലൈഃ പുഷ്പപർണൈഃ തൃണ ഉദകൈഃ വർത്തമാനഃ ശനൈഃ ഗാത്രകർശനം തപ ആസ്ഥിതഃ. തത്ര, അപ്പോൾ ആ കുലാജലം എന്ന പ്രദേശത്തേക്കല്ല അദ്ദേഹം പോയത്. അവിടെ ചന്ദ്രവാസം, താമ്രപർണി, വടോദക, ഈ 3 പേരിൽ നാമാന്ന് വെച്ചാൽ ഇങ്ങനെ 3 നാമത്തിലുള്ള 3 നദികൾ ഈ കുലാജലം എന്ന പ്രദേശത്തുണ്ടായിരുന്നു. ചന്ദ്രവാസം, താമ്രപർണി, വടോദകം എന്നീ 3 നദികൾ അവിടെ ഉണ്ടായിരുന്നു. ആ നദിയിൽ തത് പുണ്യസലീലൈ, അവിടുത്തെ പരിശുദ്ധമായ പുണ്യജലത്തിൽ നിത്യം എന്നും
സ്നാനം ചെയ്തിട്ട് ഉഭയത്ര രണ്ടിനെയും, ഏതാ രണ്ട്, ശരീരത്തെയും മനസ്സിനെയും ആത്മനഃ മൃജൻ ശുദ്ധീകരിച്ചു എന്ന് അദ്ദേഹം. അതിൽ സ്നാനം ചെയ്യുമ്പോൾ ശരീരവും അതോടൊപ്പം മനസ്സിനെയും, അത്രയും പുണ്യജലത്തിൽ സ്നാനം ചെയ്തുകൊണ്ട് ശരീരവും മനസ്സും തുല്യം ഒരുപോലെ അദ്ദേഹം അങ്ങ് ശുദ്ധി വരുത്തി. എന്നിട്ട് കന്ദ അഷ്ടിഭിഹി, കന്ദം കിഴങ്ങുകൾ, അഷ്ടിഭിഹി വിത്തുകൾ, മൂലം വേരുകൾ, ഫലൈഹി പഴങ്ങൾ, പുഷ്പങ്ങൾ, പർണൈഹി എന്ന് വെച്ചാൽ ഇലകൾ, തൃണ എന്നാൽ പുല്ല്, ഉദകൈഹി എന്ന് വെച്ചാൽ ജലം, ഇത്രയും വർത്തമാനഹ ഭക്ഷിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി. എന്നിട്ട് ശനൈഹി പതുക്കെ പതുക്കെ, ഗാത്ര സ്വന്തം ശരീരം, കർശന അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ഇതൊക്കെയല്ലേ കഴിക്കുന്നത്, അപ്പൊ സ്വന്തം ശരീരം ഇങ്ങനെ പതുക്കെ പതുക്കെ ശോഷിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ തപസ് ആസ്ഥിത, തപ ആസ്ഥിത, അദ്ദേഹം അങ്ങനെ കഠിനമായ തപസ് അവിടെ ആരംഭിച്ചു. തപസ് എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായും മനസ്സ് വെച്ച്, ഈ ഭക്ഷണത്തിലോ മറ്റു സുഖ സൗകര്യങ്ങളോ ഒന്നുമില്ല, ഭഗവാനിലുള്ള ആരാധനയിൽ മാത്രം ഒഴുകിയിട്ട് കൃഷ്ണനിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ശീത ഓഷ്ണവാദ വർഷാണി ക്ഷുത് പിപാസ്യേ പ്രിയ അപ്രിയേ സുഖ ദുഃഖ ഇതി ദ്വന്ദ്വാനി അജയത് സമദർശനഃ. ശീതം തണുപ്പ്, ഉഷ്ണം താപം, വാദം കാറ്റ്, വർഷാണി മഴ, ക്ഷുത്ത് വിശപ്പ്, പിപാസേ ദാഹം, പ്രിയം ഇഷ്ടമുള്ളത്, അപ്രിയം ഇഷ്ടമില്ലാത്തത്, സുഖം സന്തോഷം, ദുഃഖം വേദന ദുഃഖം, ഇതി ഇപ്രകാരം ദ്വന്ദ്വാനി ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ അജയത് അതിനെയൊക്കെ കീഴടക്കിയെന്ന്, അതായത് അതൊന്നുമില്ല. എന്നിട്ട് സമദർശന മനസ്സ് സമചിത്തതയിൽ തിദീക്ഷാഭാവത്തിൽ കൊണ്ടുവന്നു. അതായത് തണുപ്പുണ്ട്, ചൂടുണ്ട്, മഴയുണ്ട്, വേനലുണ്ട്, കാറ്റുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഇഷ്ടമുള്ളതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തത് ഭയപ്പെടുത്തുന്നതും സന്തോഷം തരുന്നതും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, സാഹചര്യത്തിലെല്ലാം വരുന്നുണ്ട്, സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മനസ്സ് ഇതിലൊന്നും പെടുന്നില്ല എന്ന്. അതായത് ഏത് സാഹചര്യത്തിലും മനസ്സിനെ സമചിത്തതയിൽ ഒരേ ബാലൻസ്ഡ് ആയിട്ട് പിടിച്ചു നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ശ്ലോകം 38 തപസാ വിദ്യയാ പക്വകഷായ നിയമൈഹി യമൈഹി യുയുജേ ബ്രഹ്മണി ആത്മാനം വിജിത അക്ഷ അനിലാശയ. തപസാലും വിദ്യയ ആത്മജ്ഞാനത്താലും പക്വകഷായ എല്ലാ കാമക്രോധ വികാരങ്ങളെയും അദ്ദേഹം കീഴടക്കിയെന്ന്. ആ തപസ്സുകൊണ്ടും ഏകാഗ്രമായ മനസ്സുകൊണ്ടും അതോടൊപ്പം നേടിയ ആത്മജ്ഞാനം കൊണ്ടും മനസ്സിലൂടെ പൊന്തി വരുന്ന എല്ലാ വികാരങ്ങളെയും കാമം ക്രോധം ഇതിനെയൊക്കെ അദ്ദേഹം കീഴടക്കി. എന്നിട്ട് യമനിയമാദികൾ അറിയാലോ, അഷ്ടാംഗ യോഗ പരിശീലനത്തിലെ ആദ്യത്തെ യമനിയമം, മനസ്സിനെയും ശരീരത്തിനെയും ചിട്ടപ്പെടുത്തേണ്ട നിയന്ത്രിക്കുന്ന രീതികൾ, ഇതിനെയൊക്കെ പരിശീലിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ വിജിത അദ്ദേഹം ജയിച്ചു എന്ന്. അക്ഷ അനിലാശയ ഇന്ദ്രിയങ്ങളെ, പ്രാണനെ, അതുപോലെ തന്നെ മനോചിന്തകളെ ഇതിനെയൊക്കെ ജയിച്ചിട്ട് ആത്മാനം ഞാനാകുന്ന പരമാത്മാവിനെ ബ്രഹ്മണി ആ പരബ്രഹ്മത്തിലേക്ക് യുയുജെ ലയിപ്പിച്ചു എന്ന്. അത്രയ്ക്കും കഠിനമായ രീതിയിൽ മനസ്സിനെ ഭഗവാനിൽ പിടിച്ചു വെച്ചുകൊണ്ട് ആ നേടിയ ജ്ഞാനത്താലും ഏകാഗ്രതയാലും, മനസ്സിലായി, ആ ധ്യാനത്തിൻ്റെ ഏകാഗ്രതയാലും മനസ്സിന് മറ്റൊരു ചാഞ്ചല്യവും ഇല്ലാതെ എല്ലാ കാമക്രോധ വികാരങ്ങളെയും കീഴടക്കി യമനിയമാദി പരിശീലനം കൊണ്ട് പ്രാണനെ, ഇന്ദ്രിയങ്ങളെ, എല്ലാ മനോചിന്തകളെയും നിയന്ത്രിച്ച് ആത്മാവിനെ അദ്ദേഹം പരബ്രഹ്മത്തിലേക്ക്, പരമാത്മാവിലേക്ക് യോജിപ്പിച്ചു. ശ്ലോകം 39 ആസ്തേ സ്ഥാണു ഇവ ഏകത്ര. ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്നറിയാലോ? വൈദർഭിയുടെ ഭർത്താവ്, അതായത് മലയധ്വജ രാജാവിനെ കുറിച്ച്. വൈദർഭിയാണ് പുരഞ്ജനൻ്റെ അടുത്ത ജന്മമായിട്ട് ജനിച്ചത്. ആസ്തേ സ്ഥാണു ഇവ ഏകത്ര ദിവ്യം വർഷശതം സ്ഥിര വാസുദേവ ഭഗവതി ന അന്യത് വേദ ഉദ്വഹൻ രതിം. അദ്ദേഹം തപസ് ചെയ്തത് എങ്ങനെയെന്നാ പറയുന്നത് കേട്ടാ. ആസ്തേ നിന്നു, സ്ഥാണു ഇവ ഒരു തൂണ് പോലെ, ഏകത്ര ഒരേ സ്ഥലത്ത് തന്നെ ഒരു തൂണ് പോലെ ഇങ്ങനെ സ്ഥിര ഉറച്ചു നിന്നിട്ട്, ദിവ്യം വർഷം ശതം ദേവന്മാരുടെ, ദിവ്യം എന്ന് വെച്ചാൽ ദേവന്മാരുടെ വർഷശതം 100 വർഷം. ദേവന്മാരുടെ ഒരു ദിവസമാണ് മനുഷ്യൻ്റെ 100 വർഷം. ദേവന്മാരുടെ ഒരു ദിവസം നമുക്ക് 100 വർഷമാണ്. അപ്പോൾ ദേവന്മാരുടെ 100 വർഷം അത്രയും കാലം നിന്നുണ്ടപ്പോൾ അത്രയും കാലം അദ്ദേഹം നിന്ന നിൽപ്പിൽ ഒരേ സ്ഥലത്ത് ഒരേപോലെ തന്നെ നിന്നിട്ട് വാസുദേവ ഭഗവതി, ഭഗവാൻ വാസുദേവനിൽ ഉദ്വഹൻ രതിം എന്ന് വെച്ചാൽ ആ ഒരു മുഴുകിയിട്ടുള്ള ഭക്തി, ഭഗവാനല്ലാതെ
മറ്റൊരു ചിന്തയുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിപ്പിച്ച ഭക്തിയോടുകൂടി അങ്ങോട്ട് നിന്നപ്പോൾ മറ്റൊരു വിഷയത്തെക്കുറിച്ചും വേദ അദ്ദേഹം അറിഞ്ഞില്ല എന്ന്. കാരണം ചെറിയ വർഷമല്ല, 100 വർഷം ഒരു മനുഷ്യൻ്റെ ആയുസ്. അപ്പൊ ദേവന്മാരുടെ 100 വർഷം, അപ്പൊ എത്രയോ വർഷങ്ങൾ ഒരു നിന്ന നിൽപ്പിൽ നിന്ന് തപസ് ചെയ്തു. അപ്പോൾ ഇത്രയും വർഷക്കാലം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആ ലോകത്തിൽ സംഭവിക്കുന്നത് എന്ന് പോലും അദ്ദേഹം അറിഞ്ഞില്ല. അതാണ് അന്യത് ന വേദ, മറ്റൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. ഭഗവാനിൽ മാത്രം മനസ്സ് ഏകാഗ്രപ്പെട്ട് നിന്നപ്പോൾ വർഷങ്ങൾ പോയത് പോലും അറിഞ്ഞില്ല. ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെയായിരുന്നു മലയധ്വജ രാജാവ് തപസ് ചെയ്തത്. ഇനി ശ്ലോകം 40 41 ഒരുമിച്ച്. സഹ വ്യാപകതയാ ആത്മാനം വ്യതിരിക്തതയാ ആത്മനി വിദ്വാൻ സ്വപ്ന ഇവ അമർഷസാക്ഷിണം വിരരാമഃ സാക്ഷാത് ഭഗവതഃ ഉക്തേന ഗുരുണാ ഹരിണാനൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരതാ വിശ്വതോമുഖം. അപ്പോൾ ഇവിടെ പറയുന്നത് സാക്ഷാൻ ഭഗവതഃ ഉക്തേന ഗുരുണാ ഹരിണാ നൃപ എന്ന് പറയുന്നത് ഇവിടെ നാരദ മഹർഷി, അല്ലയോ പ്രാചീന ബർഹിസ രാജാവേ, അങ്ങനെ ഈ മലയധ്വജന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീഹരി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തി ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഭഗവാനെ ഗുരുവായി കിട്ടിയ തേജസ്വിയാണ് മലയധ്വജ രാജാവ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ഭഗവത ഹരിണ, ഭഗവാൻ ശ്രീഹരി തന്നെ ഗുരുവായി വന്ന്, സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി തന്നെ ഗുരുവായി വന്ന് ഉക്തേന പറഞ്ഞു കൊടുത്തതിനാൽ ആ വിശുദ്ധ ജ്ഞാനദീപേന, ആ വിശുദ്ധമാകുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ സ്ഫുരത വിശ്വതോമുഖം, വിശ്വം മുഴുവനും പ്രകാശിപ്പിക്കുന്ന സ്ഫുരിക്കുന്ന ആ പരിശുദ്ധമായ ജ്ഞാനം അദ്ദേഹത്തിന് ഭഗവാനിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതിൻ്റെ പ്രകാശത്താൽ ആ മലയധ്വജ രാജാവിനെ ഒരു കാര്യം പിടികിട്ടിയെന്ന്. അതെന്താണെന്ന് വെച്ചാൽ വ്യാപകതയാ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് ആത്മാനം, ഞാനാകുന്ന ആത്മാവ് എന്ന് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നല്ലേ, വേർതിരിക്കുന്നത് ശരീരമാണല്ലോ. അപ്പോൾ ഞാനാകുന്ന ആത്മാവ്, ഞാൻ തന്നെയാണ് ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ഇത് ഏകഭാവം, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന മലയധ്വജനല്ല, ഞാൻ എന്ന ആത്മാവ്, ആ പരമാത്മാവും ഞാനും ഒന്നാ, ഞാനാണ് ഇവിടെ മുഴുവനായി വ്യാപിച്ചു നിൽക്കുന്നത്. ഇനി വ്യതിരിക്തതയാ, വേർപെട്ട് പലതായിട്ട് മൃഗങ്ങൾ, മനുഷ്യർ, കാറ്റ്, മഴ, അങ്ങനെ ഈ ലോകത്തിൽ കാണാൻ പഞ്ചഭൂതങ്ങളാൽ നമ്മൾ അനുഭവിക്കുന്ന പലതായി നിൽക്കുന്നതെല്ലാം ആത്മനി, അതായത് അതല്ലാതായി നിൽക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ പലതായി നിൽക്കുന്നത്, ഞാൻ തന്നെയാണ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വിദ്വാൻ അറിഞ്ഞപ്പോൾ സ്വപ്നം ഇവ, എല്ലാം സ്വപ്നം പോലെയാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഈ രൂപങ്ങളും ഭാവങ്ങളും ശബ്ദങ്ങളും കാണുന്നതും കേൾക്കുന്നതും ഒന്നും യാഥാർത്ഥ്യമല്ല. ഇതൊക്കെ ഒരേ ഒരു ചൈതന്യം പല പല രൂപങ്ങളിൽ നിൽക്കുന്നു, കാണുന്നു, കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്വപ്നത്തെ പോലെയാണ്. സ്വപ്നത്തിൽ കാണുന്നത് യാഥാർത്ഥ്യമല്ലല്ലോ, സ്വപ്നം പോലെയാണ്. ഇതിനെ എല്ലാം കാണുന്ന അമർഷ സാക്ഷിണം, എല്ലാം കണ്ടുകൊണ്ട് ഒരു സാക്ഷിയായി അവിടെ ഇരിക്കുന്നുണ്ട് ആ ആള്, അതായത് ഈ ഞാൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ വിരരാമഃ, എല്ലാത്തിൽ നിന്നും അദ്ദേഹം വിരക്തനായി എന്ന് മനസ്സിലായ. ഭഗവാനിൽ നിന്ന് നേരിട്ട് ഗുരുവായി വന്ന് ആത്മജ്ഞാനം നേടിയപ്പോൾ ആ വിശ്വം മുഴുവൻ പ്രകാശിക്കുന്ന ആ പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ തന്നെയാണ് ഇവിടെ പലതായി നിൽക്കുന്നത്, പലതായി ഇവിടെ വ്യാപിച്ചു നിൽക്കുന്നത് ഞാൻ തന്നെയാകുന്ന പരമാത്മാവാണെന്ന് മനസ്സിലായപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു സ്വപ്നമാണ്. ജനിച്ചു മരിക്കുന്നതിനിടയിൽ കാണുന്ന, രാത്രി ഉറങ്ങി രാവിലെ എണീക്കുന്നതിനിടയിൽ നടന്ന സ്വപ്നം പോലെയാണ് ജനിച്ചു മരിക്കുന്നതിനിടയിൽ, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിവ് വന്നപ്പോൾ, യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിരിക്കുന്നവനാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാത്തിൽ നിന്നും വിരക്തനായി. അങ്ങനെ ശ്ലോകം 42. പരേ ബ്രഹ്മണി ച ആത്മാനം പരം ബ്രഹ്മ തദാത്മനി വീക്ഷമാണഃ വിഹായ ഈക്ഷാം
അസ്മത് ഉപരരാമഃ വീക്ഷമാണഃ വിഹായ ഈക്ഷാം അസ്മത് ഉപരരാമഃ. എന്നിട്ട് പറയാണ് പരേ ബ്രഹ്മണി ച ആത്മാനം. അങ്ങനെ പരമാത്മാവിലേക്ക്, പരേ ബ്രഹ്മണി ആ പരമാത്മാവിലേക്ക് ആത്മാനം താനാകുന്ന ആത്മാവിനെ ലയിപ്പിക്കണം. ഇനി തഥ ആത്മനി അതുപോലെ ആത്മനി തന്നിലേക്ക് പരംബ്രഹ്മ ആ പരബ്രഹ്മത്തെയും ലയിപ്പിക്കണമെന്ന് വീക്ഷമാണ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു. അതായത് വിഹായ ഈക്ഷാം ആ ഒരു ചിന്തയെ പോലും അദ്ദേഹം വിഹായ ഉപേക്ഷിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാനാകുന്ന ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കണം, പരമാത്മാവിനെ എന്നിലേക്കും ലയിപ്പിക്കണം, ഒന്നാകണം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. പിന്നീട് അദ്ദേഹം ആ ചിന്തയെ പോലും ഉപേക്ഷിച്ചു എന്ന്. കാരണം രണ്ടാണെങ്കിലല്ലേ ജീവാത്മാവും പരമാത്മാവും രണ്ടാണെങ്കിലല്ലേ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കണ്ടോ, പരമാത്മാവിനെ ജീവാത്മാവിലേക്ക് ലയിപ്പിക്കണ്ടോ? ഇത് രണ്ടല്ല എന്ന് കൂടി തിരിച്ചറിഞ്ഞു. അതായത് ഈ ലയിപ്പിക്കണം എന്ന് ചിന്തിച്ചിരുന്നിട്ട് പിന്നീട് അദ്ദേഹം ആ ചിന്തയെ പോലും വിഹായ ഈക്ഷതാം അതിനെ പോലും ഉപേക്ഷിച്ചു എന്ന്. എന്നിട്ട് അസ്മത് ഉപരരാമഃ പൂർണ്ണമായും എല്ലാത്തിൽ നിന്നും വിരമിച്ചു. അതായത് അങ്ങനെ ലയിപ്പിക്കണമെങ്കിൽ പോലും അവിടെ ദ്വന്ദ്മുണ്ട്, രണ്ടുണ്ട് അല്ലേ? ജീവാത്മാവും പരമാത്മാവും വേറെ എന്ന് കാണണമല്ലോ, അതുപോലും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് രണ്ടും ഒരു ആകാശം പോലെയാ. ആ ആകാശത്തിൽ ഒരു കുടം വെച്ചാൽ കുടത്തിനുള്ളിലിരിക്കുന്ന കുഞ്ഞാകാശം ജീവാത്മാവും പുറത്തിരിക്കുന്ന വിശാലമായ ആകാശം പരമാത്മാവും. കുടം പൊട്ടിയാൽ രണ്ടും ഒന്നായി. രണ്ടിനെ വേർതിരിപ്പിക്കുന്നത് ആ കുടം എന്ന് പറയുന്ന ശരീരമാണ്. അപ്പം ഇത് എനിക്ക് ലയിപ്പിക്കാനില്ല, ഇത് ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ചിന്തയെ പോലും അദ്ദേഹം ഉപേക്ഷിച്ച് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായും വിരമിച്ചു. അങ്ങനെയാണ് മലയധ്വജ രാജാവ് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കുലാചല പ്രദേശത്ത് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് വൈദർഭിയും ഉണ്ടായിരുന്നു. അതായത് പുരഞ്ജനന്റെ പുനർജന്മം. അതാണ് ശ്ലോകം 43 പതിം പരമധർമ്മജ്ഞം വൈദർഭി മലയധ്വജം പ്രേംണ പര്യചര ദ്വിത്വാ ഭോഗാൻ സ പതിദേവത. പതിദേവത ഭർത്താവിനെ ദേവനായി കാണുന്ന സഹ അവൾ വൈദർഭി ആ വൈദർഭി മലയധ്വജനെ പതിയും തൻ്റെ ഭർത്താവും പരമധർമ്മജ്ഞം ആത്മീയജ്ഞാനം നേടിയവനും ആ പരമമായ ധർമ്മത്തെ അറിഞ്ഞവനും അതുപോലെ ദ്വിത്വാ സകല ഭോഗാൻ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചവനുമായ ആ തൻ്റെ ഭർത്താവായ മലയധ്വജ രാജാവിനെ പ്രേംണ പര്യചര്യ അതായത് സ്നേഹ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ പരിചരിച്ചു കൂടെ നിന്നിരുന്നു എന്ന്. അപ്പം പുരഞ്ജനനായിരുന്നപ്പോൾ ഈശ്വര ചിന്തയുണ്ടായില്ല. പക്ഷേ ഈ വൈദർഭിയായി ജനിച്ചപ്പോൾ ഭർത്താവായി വന്ന ആളുടെ പുണ്യം കൊണ്ട് ഈശ്വര ചിന്ത വന്നു. അങ്ങനെ സകല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് പരമധർമ്മത്തെ അറിഞ്ഞ മലയധ്വജനായ തൻ്റെ ഭർത്താവിനെ ദേവനായി കണ്ട സ്ത്രീയായിരുന്ന വൈദർഭി സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് ആ സമയത്ത് അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത് എന്ന് പറയുകയാണ്. ഇനി നാളത്തോടു കൂടി നമുക്ക് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാം. നാളെ ഉണ്ടാവില്ല, ചൊവ്വാഴ്ച. മനസ്സിലായില്ലേ?